എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ട്രിവാൻഡ്രം സൈഡിലൊക്കെ സദ്യയുടെ കൂടെ കിട്ടുന്ന ഒരു അവിയലുണ്ട്, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ അവിയൽ നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന അവിയലിൻ്റെ ടേസ്റ്റ് അല്ല, അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ അവിയലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ മറ്റു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാനും, അതുപോലെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു 15 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 10-15 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അപ്പോൾ അത് സോക്കാവട്ടെ. ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത്തക്കായുടെ പച്ചക്കായ ഉണ്ടല്ലോ, അത് ചെറുതൊരു 3 എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള, പടവലത്തിൻ്റെ ഒരു പകുതി, അതുപോലെ ഒരു ഉരുളൻകിഴങ്ങ് കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്, പിന്നെ ഒരു മുരിങ്ങക്കായ, പിന്നെ നീളൻ പയറുണ്ടല്ലോ, വാളൻ പയർ, അത് ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരേ നീളത്തിൽ ഏകദേശം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ ഇനി അവിയലിൻ്റെ കഷ്ണത്തിൻ്റെ കൂടെയും കൂടി പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 2 വെളുത്തുള്ളി അല്ലി, അതുപോലെ ഒരു 3-4 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് സ്മൂത്ത് പേസ്റ്റ് ആക്കണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് കൃഷി ചെയ്യുന്ന പരുവമല്ല, ഇതിനിടയ്ക്കുള്ളൊരു പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ദേ കണ്ടോ, ഒരുപാട് അങ്ങ് സ്മൂത്തും അല്ല, എന്നാൽ കൃഷി ചെയ്തെടുത്ത പരുവമല്ല, ആ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കാൻ. ഇനി നമുക്കൊരു പോട്ടിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി സെപ്പറേറ്റ് ആണ് കഴുകി അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങയുടെ കൂട്ടുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി അതിലും കൂടി കുറച്ച് വെള്ളവും കൂടി നമുക്കിതിൽ ഒഴിക്കാം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് നോക്കുക, പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് അരപ്പ് എല്ലായിടത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരും. ആ തിള വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി അടപ്പ് തുറന്ന് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇനി കുക്ക് ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വെള്ളം വേഗം വറ്റിപ്പോവും, നമ്മുടെ കഷ്ണങ്ങളൊന്നും വേവത്തില്ല, അതുകൊണ്ടാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിയും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ നല്ലതായിരിക്കുമേ. തൈര് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കുഴഞ്ഞ പരുവത്തിലുള്ള അവിയലാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞിട്ട് നമ്മുടെ അവിയലൊന്ന് കുഴഞ്ഞു വരും. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും തൂകി ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ അടച്ച് വെച്ചേക്കണം. അതിനുശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.